ബജറ്റിനെതിരെ പ്രതിഷേധിക്കാൻ ഇന്ത്യ സഖ്യം തീരുമാനിക്കുന്നു. ആ വിവരം ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. നാളെ പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധിക്കും. ഇരു സഭകളിലും ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനും ഇന്ത്യ മുന്നണിയുടെ തീരുമാനമുണ്ടാകുന്നു. സമാനതകളില്ലാത്തൊരു പ്രതിഷേധം ഇന്ന് മലപ്പുറം തൃശ്ശൂരിൽ നിന്ന് നമ്മൾ കണ്ടു. വിദ്യാർത്ഥികളുടെ പ്രതിഷേധമായിരുന്നു അത്. സ്കൂളിൻ്റെ മേൽക്കൂരയിൽ നിന്ന് ഉച്ചഭക്ഷണത്തിൽ പുഴു വീണതിനെ തുടർന്ന് റോഡ് ഉപരോധിച്ചുള്ള പ്രതിഷേധത്തിലേക്ക് വിദ്യാർത്ഥികൾ കടക്കുകയായിരുന്നു. മലപ്പുറം തിരൂർ BP അങ്ങാടി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് സമരവുമായി രംഗത്തെത്തിയത്. നിരന്തരം പരാതിപ്പെട്ടിട്ടും അധികൃതരുടെ മുമ്പിലേക്ക് ആ വിഷയം വെച്ചിട്ടും നടപടിയില്ലാതെ വന്നതോടെയാണ് വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെയൊരു പ്രതിഷേധത്തിലേക്ക് നീങ്ങേണ്ടി വന്നത്. തെരുവിലിറങ്ങുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയത്. സ്കൂളിന് സമീപത്തെ മരം മുറിച്ചു മാറ്റുമെന്നും ആവശ്യമെങ്കിൽ കൂടുതൽ ഫണ്ട് അനുവദിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. തിരൂർ BP അങ്ങാടി ഗവൺമെന്റ് വൊക്കേഷണൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ കഴിഞ്ഞ 2-3 മണിക്കൂറാണ് ഈ സ്കൂളിന് മുൻവശത്തെ റോഡ് ഉപരോധിച്ചുകൊണ്ട് സമരം ചെയ്തത്. അവർ പറയുന്നത് സ്കൂളിലെ ഭൗതിക നിലവാരം കുറവാണെന്നും അതോടൊപ്പം തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും സ്കൂളിൽ നിന്നും മേൽക്കൂരയിൽ നിന്നും പുഴു ഭക്ഷണത്തിലേക്ക് വീഴുന്നു എന്നുള്ളതുമാണ് വിദ്യാർത്ഥികൾ പരാതിയായി പറയുന്നത്. പഠിക്കേണ്ട സമയത്ത് വിദ്യാർത്ഥികളെ അധികൃതരാണ് സമരത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത് എന്ന് വേണം പറയാൻ. ഞങ്ങൾക്ക് സുരക്ഷിതമായ ക്ലാസ് മുറിയില്ല. ഓടിട്ട മേൽക്കൂരയിൽ നിന്ന് ഭക്ഷണത്തിലേക്കും ശരീരത്തിലേക്കും പുഴുക്കൾ വീഴുന്നു. സുരക്ഷിതമായ ശുചിമുറിയില്ല. നിരന്തരമായി പറഞ്ഞുമെടുത്ത പരാതികൾ കുട്ടികൾ 24-ന് മുന്നിൽ നിരത്തി. ഞങ്ങളവിടെ രാവിലെ അവിടെ ക്ലാസ് ഇരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു കുട്ടിന്റെ മേത്ത് പുഴു വീണ് ഞങ്ങൾ എന്താക്കി ആ പോട്ടെ. അപ്പൊ ഞങ്ങൾ മിസ് പറഞ്ഞു സാരില്ല പോട്ടെ അഡ്ജസ്റ്റ് ചെയ്തതാണെന്ന് പറഞ്ഞ് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് അത് തട്ടിക്കളഞ്ഞ്. പിന്നെ എന്താക്കി പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ ഭക്ഷണം കഴിച്ചോടിക്കുമ്പോൾ ഞങ്ങൾ ചോർക്ക് പുഴു വീണ്. ഇത് എത്ര കാലമായിട്ടുള്ള പ്രശ്നമാണ്. ബാത്റൂം കണ്ടിക്കണ ഒട്ടും വൃത്തിയില്ലാതെ ബാത്റൂം. ഗേൾസ് ഇവിടെ ഗേൾസിന് ആകപ്പാടെ ഇവിടെ എത്ര കുട്ടികളുണ്ടെന്ന് അറിയാം. ആകപ്പാടെ 4 ബാത്റൂം അവിടെ ഉള്ളത്. ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾ ടീച്ചേഴ്സ് ഇരിക്കണ സ്റ്റാഫ് റൂം ആണെങ്കിൽ പോലും ഒരു സൗകര്യം ഇല്ലാത്തതാണ്. ഒരു കാറ്റ് വന്ന പൊല്ലാടും അങ്ങനത്തെ രീതിയിലാണ് നിൽക്കുന്നത്. അവകാശത്തിനായി മുദ്രാവാക്യം വിളികളുമായി വിദ്യാർത്ഥികൾ റോഡ് ഉപരോധിച്ചു. എല്ലാ ക്ലാസ് റൂമിന്റെ അവസ്ഥകൾ കാണണം. നിറയെ പുഴു ഏലികളൊക്കെ ഇങ്ങനെ നടക്കണം. അതിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഞങ്ങൾ പഠിക്കണം. ഞങ്ങൾ ബാക്കിയുള്ളവരെ മാതിരി പഠിച്ചു വിടത്തിയവരാണ്. ഞങ്ങൾ ഈ സ്കൂളിൽ വന്നതിന് ശേഷം ഞങ്ങൾ എന്നും ക്ലാസ് പറയും. ഞങ്ങൾക്ക് പഠിക്കാൻ ടൈം കിട്ടിയില്ല. ഞങ്ങളെ ടീച്ചേഴ്സ് ആണെങ്കിൽ എന്നും ഇതിന് വേണ്ടി ഇറങ്ങും. ഞങ്ങൾ ടീച്ചേഴ്സിന് പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇത്രയും ദിവസമായി ഞങ്ങൾ സ്കൂളിൽ വന്നിട്ട് ഇതുവരെ ആയിട്ട് ഞങ്ങൾക്ക് സ്വസ്ഥത ഒരു ക്ലാസ്സിൽ പഠിക്കാൻ പറ്റിയിട്ടില്ല. ഭക്ഷണം കഴിക്കുന്നതിനിടെ പുഴു ചോറ്റുപാത്രത്തിൽ വീണതോടെയാണ് വിദ്യാർത്ഥികൾ രോഷാകുലരായത്. നിസ്സഹായനായി സ്കൂൾ പ്രിൻസിപ്പലും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് സമ്മതിച്ചു. ഇവിടെ സ്കൂളിൽ സൗകര്യം ഇല്ല എന്നുള്ളത് സത്യമാണ്. സൗകര്യം എന്ന് പറഞ്ഞാൽ ഒക്കെ ഓടിട്ട റൂമുകളാണ് ഉള്ളത്. അപ്പോൾ ഓടുള്ള റൂമുകളായതുകൊണ്ട് അതിൽ വർഷക്കാലം ആകുമ്പോൾ ഈ ചേരട്ട പോലത്തെ ചില പുഴുകൾ വീഴുന്നുണ്ട്. ഹയർ സെക്കൻഡറി ക്ലാസുകൾ നടക്കുന്ന കെട്ടിടമാണ് എന്റെ തൊട്ട് പിന്നിൽ കാണുന്നത്. 110 വർഷത്തോളം ഇതിന് പഴക്കമുണ്ട് എന്നുള്ളതാണ് നാട്ടുകാരും അധ്യാപകരും ഒരുപോലെ വ്യക്തമാക്കുന്നത്. ഈ കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ നിന്നാണ് ഈ പുഴു വിദ്യാർത്ഥികളുടെ ദേഹത്തേക്ക് വീഴുന്നത്. അതിന് കാരണം ഈ കെട്ടിടത്തിന്റെ ശോചനാവസ്ഥ തന്നെയാണ്. ഈ കെട്ടിടം റോഡും തമ്മിൽ വേർതിരിക്കുന്നത് ഈ കെട്ടിടത്തിന്റെ ചുമർ മാത്രമാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഇതുവഴി പോകുന്ന വാഹനങ്ങളുടെ ശബ്ദം കാരണം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനോ മറ്റോ സാധിക്കുന്നില്ല. ഏതെങ്കിലും വാഹനം അപകടം വരുത്തി വെക്കുകയാണെങ്കിൽ സംഭവിക്കാതിരിക്കട്ടെ, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ മേൽക്കൂര മുഴുവനായി വിദ്യാർത്ഥികളുടെ ദേഹത്ത് വീഴുന്ന ഒരു സാഹചര്യവും ഇവിടെ ഉണ്ടാകും. ഒടുവിൽ വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ടു. മന്ത്രി വി ശിവൻകുട്ടി RDDയോട് റിപ്പോർട്ട് തേടി. സ്കൂളിന് പുതിയ കെട്ടിടം പണിയുന്നതിനടക്കമുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 3,90,00,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. സാങ്കേതിക നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി അടിയന്തരമായ കെട്ടിടം പണിയാനുള്ള നടപടി ഉണ്ടാകും. പ്രിൻസിപ്പാളിനോട് സംസാരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ സ്കൂളും കോമ്പൗണ്ടും അടിയന്തരമായി ശുചീകരിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുവാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കെട്ടിടത്തിന് മുകളിലേക്ക് ചാഞ്ഞ പുഴുശല്യമുണ്ടാക്കുന്ന മരം മുറിക്കാൻ പ്രിൻസിപ്പലിന് നിർദ്ദേശം നൽകി. പുതിയ കെട്ടിടം പണിയാനുള്ള നടപടി അടിയന്തരമായി സ്വീകരിക്കുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. ഉച്ചഭക്ഷണം പോലും കഴിക്കാതെ 4.5 മണിക്കൂർ സമരം ചെയ്യേണ്ടി വന്നു അധികൃതരുടെ കണ്ണു തുറപ്പിക്കാൻ. വിദ്യാർത്ഥികളെ നിങ്ങൾ പൊളിയാണ്. ക്യാമറമാൻ അബിത് കല്ലായിക്കൊപ്പം സമീർ ബിൻ കരീം, 24 തിരൂർ. പൊതുജനം കഴുതയല്ല സാർ. യാതൊരു അടിസ്ഥാന സൗകര്യവുമില്ലാത്ത ക്ലാസ് മുറികളിൽ സ്കൂളിൽ വിദ്യാഭ്യാസം തുടരാൻ കഴിയില്ല. അടിയന്തരമായ ഇടപെടൽ ആ വിഷയത്തിൽ വേണം എന്നുള്ള ആവശ്യം ഉയർത്തിക്കൊണ്ടാണ് അവിടെയുള്ള വിദ്യാർത്ഥികൾ ഇങ്ങനെയൊരു പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നത്. എന്തായാലും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് വേണ്ട രീതിയിലുള്ള ഒരു ഇടപെടൽ ആ വിഷയത്തിൽ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.